കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു ട്രോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പരതുന്നുണ്ട്. കുറച്ച് MLA-മാരുമായിട്ട് ഒരാളിങ്ങനെ സർക്കാർ രൂപീകരിക്കാൻ വെയിറ്റ് ചെയ്യുന്നു, മറ്റൊരിടത്ത് മെജോറിറ്റി ഒക്കെ കിട്ടിയിട്ട് മുഖ്യമന്ത്രിയെ കിട്ടുന്നില്ല, മറ്റൊരിടത്ത് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുന്നില്ല. ഇങ്ങനൊരു ട്രോൾ. ഇതിൽ നിന്ന് ഒരു പേരങ്ങ് വിട്ടുകയാണ്. തമിഴ്നാട് മുഖ്യമന്ത്രിയായി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. പക്ഷേ കേരളത്തിന്റെ അവസ്ഥ എന്താണ്? ഇപ്പോഴും നമുക്ക് മുഖ്യമന്ത്രിയെ കിട്ടിയിട്ടില്ല. എന്താല്ലേ കഷ്ടം. നോക്കൂ, തമിഴ്നാട്ടിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 108 MLA-മാരുമായിട്ട് വെറും 2 വർഷം മുൻപ് ക്രിയേറ്റ് ചെയ്ത ഒരു പാർട്ടി ഒരു വൻ വിജയം നേടിയിരിക്കുകയാണ്. നമ്മൾ സിനിമയിലൊക്കെ സർക്കാർ സിനിമയിലെ പോലെ വോട്ട് ചെയ്യുവാനായി നാട്ടിലേക്ക് വരുന്ന നായകൻ വോട്ട് ചെയ്യാൻ പറ്റാതെ ഒരു പ്രമുഖ കക്ഷിയുമായി പോരാട്ടത്തിന് ഇറങ്ങുന്നു, മാസ് കാണിക്കുന്നു, അയാളെ തകർക്കുവാനായിട്ട് വളരെ ക്രൈസിസ് ഉണ്ടാക്കുന്നു. അവസാനം അദ്ദേഹം സാധാരണക്കാരെ എല്ലാവരെയും പിടിച്ച് കൂടത്തിൽ നിർത്തി ഒരു സർക്കാർ രൂപീകരിക്കുന്നു. അതിലൊരു മാസ് ഡയലോഗ് ഉണ്ട്, ഇത് താൻ നമ്മ സർക്കാർ. അതുപോലെ തന്നെ ഇതാ ഇപ്പോൾ സിനിമയെ വെല്ലുന്ന രംഗങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്ന് രാവിലെ നമ്മൾ കണ്ടത്. ഒരു സിനിമ ഡയലോഗ് പോലെ വളരെ ശബ്ദത്തിൽ സാധാരണ ജനങ്ങളെ ചേർത്ത് പിടിച്ച് യാതൊരുവിധ പ്രലോഭനങ്ങൾക്കും യാതൊരുവിധ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും ഞാൻ ഒപ്പം നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിനെ പിടിച്ച് സത്യമിട്ട് ആണ്ടവൻ മീത് ഉറുതി ജോസഫ് വിജയനും ഞാൻ ആണ്ടവൻ മീത് ഉറുതി മുഴുകുരേൻ. അതായത് ജോസഫ് വിജയൻ എന്ന് പറയുന്ന ഞാൻ ദൈവത്തെ പിടിച്ച് സത്യം ചെയ്യുന്നു, സത്യപ്രതിജ്ഞ ചെയ്യുന്നു, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ നിൽക്കും, ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കും. ഇതുവരേക്കും വന്നിട്ടുള്ള സർക്കാരിൻ്റെ എന്താ പറയുന്നത് താല്പര്യപ്രകാരമുള്ള, അതായത് മറ്റുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്നിരുന്ന സർക്കാരല്ലാതെ ജനങ്ങളുടെ, സാധാരണ ജനങ്ങളുടെ, അടിത്തട്ടിൽ നിൽക്കുന്ന ജനങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു സർക്കാരിനെ ഞാൻ ക്രിയേറ്റ് ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ജോസഫ് വിജയ് എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെയും കേരളത്തിൻ്റെയും ദളപതി വിജയ് അധികാരത്തിലേക്ക് വരുമ്പോൾ മേഘ പറഞ്ഞതുപോലെ ഇവിടെ കേരളത്തിൽ ഇതുവരേക്കും ഒന്നും ആയിട്ടില്ല. അപ്പം ജോസഫ് വിജയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അതിന് മുൻപ് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വിജയ്, അതിലേക്ക് വരാം. ഇപ്പോൾ വിജയ് ഒരു ഘട്ടത്തിൽ തമിഴക വെട്രി കഴകം എന്ന പാർട്ടി രൂപീകരിക്കുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾ വലിയ രീതിയിൽ നടക്കുന്നു. അതിന്റെ ഒരു സമ്മേളനത്തിനായി മണിക്കൂറുകൾ കാത്തു നിൽക്കുന്നു. അതുപോലെ അദ്ദേഹത്തിന്റെ റോഡ് ഷോ കാണാൻ കാത്തുനിന്ന് വലിയൊരു ദുരന്തം ഉണ്ടാകുന്നു. അങ്ങനെ വലിയ വലിയ വിവാദങ്ങളും വാർത്തകളുമായിട്ടുള്ളൊരു വിഷയം തന്നെയാണ് തമിഴക വെട്രി കഴകം എന്ന പാർട്ടിയുടെ ഫോർമേഷൻ മുതൽ. ഓക്കെ, അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിൽ ഒരു സംഭവം ഉണ്ടാകുന്നു. വൈഫുമായിട്ട് സെപ്പറേറ്റ് ആവുകയും അതുപോലെ തന്നെ തൃശയുമായിട്ടുള്ള ബന്ധം വലിയ വിവാദമാവുകയും ഒക്കെ ചെയ്യും. അതെ, ഓക്കെ. അപ്പോൾ കഴിഞ്ഞ കുറെ ദിവസങ്ങൾ നമ്മൾ ആരോട് ഇതിനെപ്പറ്റി സംസാരിച്ചാലും ഈവൻ നേഷൻ ഫസ്റ്റിൽ വിലയിരുത്തൽ പോലും നടത്തിയിട്ടുണ്ട്. പുറത്തു നിന്ന് നമ്മൾ വിളിച്ച ഗസ്റ്റുകൾ വന്ന് വിലയിരുത്തിയിട്ടുള്ളത് തമിഴ്നാട് എന്ന് പറയുന്ന സ്ഥലത്ത്, തമിഴ്നാട്ടിൽ ഒരിക്കലും ഒരു എന്താ പറയുക എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായിരിക്കുക എന്നുള്ളത് തമിഴകം ഒരിക്കലും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഉറപ്പായും അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിൽ ശോഭിക്കാൻ കഴിയില്ല, അദ്ദേഹത്തെ തോൽപ്പിക്കും എന്നുള്ള ഒരു വിലയിരുത്തൽ ഈ പറഞ്ഞ എക്സ്പേർട്സ് തന്നെ നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വിജയെ കാണാൻ വേണ്ടിയാണ് ഇത്രയും ആൾക്കാർ തടിച്ചൂടി. ഇപ്പോൾ പത്തനാപുരത്ത് വേടൻ വന്നപ്പോൾ അവിടെ വലിയൊരു ജനസാഗരം വന്നു KB ഗണേഷ് കുമാറിന് വേണ്ടിയിട്ട് പ്രചാരണം നടത്തിയ വേളയിൽ. പക്ഷെ അതൊന്നും വോട്ടായി മാറിയില്ല. ഇത് തന്നെയാണ് ഈ പറഞ്ഞ തമിഴ്നാട്ടിലും സംഭവിക്കുമെന്ന് വിചാരിച്ചിരുന്നത്. ഈ കാണാൻ വന്നവരൊക്കെ നായകനെ കണ്ടങ്ങ് പോകും, വോട്ട് ചെയ്യില്ല എന്നുള്ളൊരു വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷെ ഇവരെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു പാർട്ടി 108 സീറ്റ് ഉണ്ടാക്കി, സീറ്റ് നേടി അദ്ദേഹം അധികാരത്തിലേക്ക് നടന്നെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടത്. മേഘ പറഞ്ഞ ഒരു കാര്യത്തെ ഞാനൊരു സംശയം ചോദിക്കുകയാണ്. മേഘ പറഞ്ഞു അവിഹിത ബന്ധങ്ങളെ തമിഴ്നാട് അംഗീകരിക്കില്ല എന്നൊരു വാക്ക് മേഘ പറഞ്ഞു. അതെ, എനിക്ക് തോന്നുന്നു സിനിമയിൽ നിന്നും ആദ്യമായി തമിഴ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് MGR ആണെന്ന് തോന്നുന്നു. അദ്ദേഹം പാലക്കാടുകാരനാണ്. MG രാമചന്ദ്രൻ എന്ന MGR ആണ് എന്ന് തോന്നുന്നു സൂപ്പർ താരങ്ങളിൽ നിന്നും ആദ്യമായി ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത്. ജയലളിത എന്നുള്ള പേര് നമ്മളവിടെ മാറ്റി നിർത്താൻ പാടില്ലാത്തതാണ്. ജയലളിതയും MGR തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? അത് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് കൾച്ചറൽ സാധനമാണ്. ഇപ്പോൾ തമിഴ്നാട്ടിന്റെ കൾച്ചറൽ രീതികളോട് ഈ സംഭവത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. താരദൈവങ്ങൾ, താര ആരാധന, താരദൈവങ്ങൾ. ഖുശ്ബു എന്ന് പറയുന്ന നടിക്ക് വേണ്ടി അമ്പലം പണിത നാടാണ് തമിഴ്നാട്. സിൽക്ക് സ്മിത കടിച്ച ആപ്പിൾ ലക്ഷങ്ങൾക്ക് വിറ്റുപോയ നാടാണ് തമിഴ്നാട്. അവരുടെ താര ആരാധന എന്ന് പറയുന്നത് അവർ താരങ്ങളെ കാണുന്നത് ദൈവങ്ങളായിട്ടാണ്. MGR മരിച്ചപ്പോൾ തെരുവിലിറങ്ങി അതൊക്കെ ഉള്ളത് തന്നെയാണ്. പക്ഷെ
ഈ പറഞ്ഞത് കൾച്ചറൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ള ആൾക്കാർ പറഞ്ഞതാണ്. വെറുതെ കുന്നംകുളത്തൊന്നും ഒരാൾ വന്ന് മറ്റേ പഠനം കേന്ദ്രീകരിച്ച് തന്നെയാണ് പറയുന്നത്. തമിഴകം ഒരിക്കലും അംഗീകരിക്കാത്ത, വളരെ ഒട്ടും നോർമലൈസ് ചെയ്യാത്തൊരു കാര്യമാണ് ഈ പറഞ്ഞ അഡൾട്ടറി എന്ന് പറയുന്നത്. ഒരിക്കലും അംഗീകരിക്കാത്ത, അവർക്ക് ഈ മഞ്ചത്താലി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അവരുടെ കൾച്ചറിനോട് ചേർത്ത് നിർത്തിയിട്ടുള്ള കാര്യമാണ്. അവിടുത്തെ സ്ത്രീകള് അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചു കഴിയുമ്പോഴേക്കും അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിയിൽ കുറി തൊട്ട് കഴിഞ്ഞാൽ അടുത്ത പടി എന്ന് പറയുന്നത് അവരാ താലിയിലാണ്. അത് ഭർത്താവിന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയും ഇത്രയും കൾച്ചർ നിൽക്കുമ്പോഴും ഇവിടെ വിജയ് എന്ന് പറയുന്ന താരം ഇത്രയും വലിയൊരു റെക്കോർഡ് വിജയം നേടുമ്പോൾ വെറും 2 വർഷം കൊണ്ട് പൂർത്തീകരിച്ചുള്ള TV എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്നാണ് അദ്ദേഹം ഇത്രയും വലിയൊരു വിജയം ഉണ്ടാക്കുന്നത്. നമുക്കറിയാം 60 വർഷത്തെ ദ്രാവിഡ രാഷ്ട്രീയം, 60 വർഷം നീണ്ടുള്ള ദ്രാവിഡ രാഷ്ട്രീയമാണ് DMK, AIDMK. ഈ 2 പ്രസ്ഥാനങ്ങൾ ഏകദേശം 60 വർഷത്തോളം മാറി മാറി ഭരിച്ച് തമിഴ്നാടിനെ കൈയടക്കി വെച്ചിരിക്കുമ്പോൾ ഒരു പയ്യൻ, അങ്ങനെ തന്നെ പറയണം, ഒരു പയ്യൻ എന്ന് തന്നെ പറയണം, അദ്ദേഹത്തിന് പ്രായമുണ്ടെങ്കിൽ അദ്ദേഹം ഇന്നും തമിഴകത്തിൻ്റെ മനസ്സിലൊരു അയലത്തെ വീട്ടിലെ കുട്ടിയാണ്. ഒരു അയലത്തെ വീട്ടിലെ കുട്ടി ഒരു തമാശക്കളി പോലെ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കുന്നു. ആ പ്രസ്ഥാനത്തിൽ പിന്നീട് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്കറിയാം. കരൂർ ദുരന്തമൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹം എന്താ പറയുന്നത്, നമ്മൾ കന്യാകുമാരിയിൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടക്കുമ്പോഴേക്കും ഒരു പൂപ്പന്തെടുത്ത് എറിയുമ്പോഴേക്കും അദ്ദേഹം ബോംബം തെറ്റിദ്ധരിച്ച് പോകുന്നതിനെ ട്രോളുന്നു. സിനിമ സ്റ്റൈലാണ്. കത്തി സിനിമയിലെ രംഗങ്ങളൊക്കെ പോലെ തന്നെ വാനിൻ്റെ ടോപ്പ് തുറന്ന് മറ്റേ BGM കൂടി പൊങ്ങി വരുന്ന ഉങ്കൾ വിജയ് എന്നുള്ള ഒരു സോങ് വരേക്കും എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇലക്ഷൻ സോങ്ങുകളിൽ ഏറ്റവും കൂടുതൽ മലയാളികളും തമിഴരും അടക്കം ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തിട്ടുള്ളത് വിജയുടെ ഇലക്ഷൻ സോങ് ആണ്. അപ്പോൾ സത്യരാജ് അടക്കം പറഞ്ഞു, സിനിമയുടെ സത്യരാജും പ്രകാശ് രാജും അടക്കം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. വിജയെ കാണാൻ വരുന്ന, മേഘ പറഞ്ഞല്ലേ, വിജയെ കാണാൻ വരുന്ന ഫാൻസ് കൂടിയാൽ വോട്ടാവില്ല. പക്ഷെ ഇത് ഫാൻസ് കൂടി ഉണ്ടായിരിക്കുന്ന വോട്ടല്ല. തമിഴ്നാട് ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തമിഴ് ജനത ഒരു മാറ്റത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. കാരണം നമുക്കറിയാം ഈ പറയുന്ന സ്റ്റാലിൻ ഒരു, പക്ഷെ ഇതിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് മാറ്റം ആഗ്രഹിച്ചതാണോ അതോ താരാരാധനയിൽ മുങ്ങിപ്പോയതാണോ എന്നുള്ളൊരു ഈ 2 ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ 2 സൈഡിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റാത്തൊരു ജനതയും അതുപോലെ തന്നെ വലിയ രീതിയിൽ താരാരാധന നടത്തുന്ന ഒരു സമൂഹം കൂടിയാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. ഈ ഇംബാലൻസിൽ നിന്നാണ് വിജയം ഉണ്ടായതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മാറ്റവും ആഗ്രഹിച്ചിട്ടുണ്ടാവും. അതൊരു ചെറിയ ഫാക്ടർ തന്നെയായിരിക്കും. തമിഴ്നാടിന്റെ തന്നെ വേറൊരു വലിയൊരു വശമാണ് അവരുടെ ജാതീയമായ ചിന്ത. ഇന്നും ജാതി ചിന്ത വെച്ച് പുലർത്തുന്ന ഒരു ജനത തമിഴ്നാടിൻ്റെ പല മേഖലകളിലൂടെ നമുക്കറിയാം. അവർക്ക് ജാതി വോട്ടുകൾ എന്ന് കേട്ടിട്ടുണ്ടോ? ജാതി വോട്ടുകൾ, ഒരു പ്രത്യേക വിഭാഗ ജനങ്ങൾ അവർക്ക് അവരുടേതായിട്ടുള്ള നേതാക്കന്മാരെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു എന്താ പറയുന്ന ഒരു സർക്കാർ സംവിധാനം പോലെ കോടതിയേക്കാളേറെ അവർ വിശ്വസിക്കുന്ന അവിടുത്തെ നാട്ടുകൂട്ടം, അങ്ങനത്തെ ഒരു സെറ്റപ്പിലേക്ക് നിൽക്കുന്ന ഉൾനാടൻ ഗ്രാമങ്ങളുണ്ട്. എനിക്ക് പേഴ്സണലി അറിയാവുന്ന പറയുന്നത് ഈ കമ്പം, തേനി ഈ മേഖലകൾ. കാരണം നമ്മുടെ കുമളിയുമായിട്ട് ഞാൻ കാഞ്ഞിരപ്പള്ളി പാല ബോർഡറിലാണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ എനിക്ക് അവിടുന്ന് വലിയ ദൂരമില്ല, മുണ്ടക്കയം കുമളിയൊക്കെ പോകും. അപ്പോൾ അവിടേക്കൊക്കെ പോകുമ്പോഴേക്കും എനിക്ക് അറിയാവുന്നതാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയോരങ്ങളിലിരിക്കുന്ന ഫ്ലെക്സുകൾക്കകത്ത് നാട്ടുകൂട്ടം എന്നുള്ളൊരു സെറ്റപ്പിൽ അവിടുത്തെ ഒരു തലവനെ വെച്ചിട്ട് അതൊരു പ്രത്യേക ജാതികളുടെയാണ്. ആ ജാതികളുടെ പേര് എനിക്ക് തമിഴ് വായിക്കാൻ അറിയത്തില്ല, എന്നാൽ ആ ജാതികളുടെ പേരെടുത്ത് പറയാനോ അല്ലെങ്കിൽ അത് ഇതായിട്ട് പറയുന്നതല്ല. അപ്പം ഈ നമുക്കറിയാം സ്റ്റാലിൻ എന്ന് പറയുന്നൊരു ഇടതുപക്ഷ അനുഭാവമുള്ള ഒരു ദ്രാവിഡ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഇടതുപക്ഷത്തോട് നല്ല ശക്തമായ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് അവിടെ മുന്നണി നിൽക്കുവാനായിട്ട് കോൺഗ്രസിൻ്റെ സപ്പോർട്ടും അദ്ദേഹത്തിന് നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് അവിടെ സ്പ്ലിറ്റായിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇന്നലത്തെ സ്റ്റാലിൻ്റെ ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നുണ്ട്. കോൺഗ്രസ് നേതാക്കൾ എന്നെ വന്ന് കണ്ടു, പക്ഷേ CPM നേതാക്കൾ എന്നെ വന്ന് കണ്ടിട്ടില്ല. ഈ CPIയുടെയും വോട്ടിലാണ് ഈ വിജയ് സർക്കാർ രൂപീകരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞത് ഈ പറയുന്ന ജാതി വിഭാഗങ്ങളെ അകറ്റി നിർത്തി എന്നൊരു ആരോപണം സ്റ്റാലിനെതിരെ ഉയർന്നിട്ടുണ്ട്. സ്റ്റാലിൻ്റെ തോൽവിക്ക് ശേഷം അത് തമിഴ്നാട്ടിൽ നിന്ന് പൊങ്ങി വന്നിട്ടുള്ളതാണ്. കാരണം ഈ ഹൈന്ദവ ജനത എന്ന് പറയുന്ന അവിടുത്തെ ഹൈന്ദവ ജനത എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ പോലെ, നമുക്കിവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-12 സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ അതിൽ കൂടുതലാണ്. ഒരു ചെറിയ ഏരിയകളിൽ പോലും, ഒരു വില്ലേജ് പോലും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വില്ലേജ്, അവരുടെ ജാതിക്കാർ മാത്രം ജീവിക്കുന്ന ഒരു വില്ലേജ്, അടുത്ത വീട്ടിലെ ജാതിക്കാർ ഇങ്ങോട്ടേക്ക് വരാത്ത ഒരു ഏരിയ, അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പം അവിടങ്ങളിലൊക്കെ വിജയം ഉണ്ടാക്കിയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ട്. പിന്നെ ഈ താഴെക്കട്ടകളിലെ നമ്മുടെ ഈ ഗ്രൗണ്ട് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത് അവരിലേക്ക് വിജയം ചെലുത്തിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം ചേർത്ത് നിർത്തേണ്ടവരെയൊക്കെ ചേർത്ത് പിടിച്ച് വിജയം മുന്നോട്ട് പോയതിൻ്റെ ആവാം ഇതെന്ന് പറയുന്നുണ്ട്. ഞാൻ ഇന്നലെ എൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ ഇവിടെ കേരളത്തിൽ മുഖ്യമന്ത്രി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതോ അല്ലെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം തോറ്റോ എന്നുള്ളതോ ഒന്നും എൻ്റെ
എൻ്റെ സഹോദരിക്കോ അല്ലെങ്കിൽ അവളുടെ ഭർത്താവിനോ ഒന്നും അതൊരു പ്രശ്നമല്ല. അവരെല്ലാവരും ഉറ്റുനോക്കുന്നത് തമിഴ്നാട്ടിലേക്കാണ്. അപ്പോൾ കേരളത്തിൽ പോലും വിജയ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തമിഴ്നാട്ടിൽ എന്ത് സംഭവിച്ചിരിക്കുന്നുള്ളത് ഊഹിക്കാവുന്നല്ലേ ഉള്ളൂ.